നമ്മുടെ അന്നദാന മണ്ഡപത്തില് ഏറ്റവും വിജയകരമായ രീതിയിൽ അന്നദാനം മുന്നോട്ട് പോവുകയാണ്. ഈ സീസണിൽ ഏകദേശം 6,53,518 പേർക്ക് ഇതുവരെ അന്നദാനം നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 3 നേരവും ഇവിടെ അന്നദാനം നൽകുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സമയം വർദ്ധിപ്പിച്ചാണ് ഇപ്പോ അന്നദാനം നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തിരക്ക് ഇത്തവണ കൂടുതൽ പേര് കൂടുതൽ സ്വാമിമാർ അന്നദാനം കഴിക്കുന്ന ഒരു നിലയിലേക്ക് ഇത്തവണ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോ രാവിലത്തെ നമ്മുടെ മെനു എന്ന് പറയുന്നത് ഉപ്പുമാവും അതോടൊപ്പം തന്നെ കടലക്കറിയുമാണ്. ഉച്ചയ്ക്ക് പുലാവ്, സാലഡ്, അച്ചാറാണ് ഉച്ചയ്ക്ക് കൊടുക്കുന്നത്. രാത്രി കഞ്ഞി, അതോടൊപ്പം പയറുകറി, അതോടൊപ്പം തന്നെ അച്ചാറ് അടക്കമുള്ള ഭക്ഷണമാണ് 3 നേരവും ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ വിജയകരമായ രീതിയിലാണ് എല്ലാ സ്വാമിമാരും നല്ല അഭിപ്രായം പറയത്തക്ക തരത്തിലാണ് അന്നദാനത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മള് ഈ അന്നദാന മണ്ഡപത്തിന്റെ 2 ഭാഗത്തായിട്ടാണ് ഈ അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ രാവിലെ ഒരു ഭാഗത്താണ് അന്നദാനം നടക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മറുഭാഗത്തായിരിക്കും. അപ്പൊ രാവിലെ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടെ യന്ത്രത്തിന്റെ എല്ലാം സഹായത്തോടു കൂടി ജീവനക്കാരെല്ലാം നിന്നുകൊണ്ട് ഇവിടെ കൃത്യമായി ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനം നടക്കും. അവിടെ ക്ലീൻ ചെയ്യൽ പ്രവർത്തനം പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ അപ്പുറത്തെ ഭാഗത്ത്, അതായത് മറുഭാഗത്ത് അന്നദാനം ഉച്ച സമയത്ത് ആരംഭിക്കും. ഉച്ച സമയത്തുള്ള അന്നദാനം പൂർത്തിയായ ശേഷം അവിടെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ തന്നെ ആദ്യം ക്ലീൻ ചെയ്തിട്ട് ഈ മറുഭാഗത്ത് രാത്രിയുള്ള ഭക്ഷണം, അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് 2 ഭാഗത്തായിട്ട് അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്ലീനിങ്ങിനെല്ലാം പ്രത്യേക സ്റ്റാഫുകളെല്ലാം ജീവനക്കാരെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 240ഓളം ദേവസ്വം ജീവനക്കാരടക്കം 240ഓളം ജീവനക്കാരാണ് ഇവിടെ 3 ഷിഫ്റ്റുകളിലായിട്ട് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ക്ലീനിങ്ങിനെല്ലാം പ്രത്യേക യന്ത്രത്തിന്റെ സംവിധാനത്തോടുകൂടി 2 ക്ലീനിങ് മെഷീനുകളടക്കമുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിലാണ്, ഇതുവരെ യാതൊരു പരാതിക്കും ഇട നൽകാത്ത രീതിയിൽ മികച്ച രീതിയിലാണ് അന്നദാനത്തിന്റെ പ്രവർത്തനം, ഈ അന്നദാന മണ്ഡപത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ.
മതി അവിടെ തിരിച്ചോ. ക്ലോസ് ചെയ്യാം.